കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ കടകളിലൊക്കെ കയറിയിട്ടോ. എല്ലായിടത്തൊന്നും കയറില്ല, ചെടിക്കടകളിൽ മാത്രമേ കയറിയുള്ളൂ കേട്ടോ. വേറെ ഒന്നും കയറാൻ നേരം ഉണ്ടായില്ല. ചെടിക്കടകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വില ചോദിച്ചു. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള കുറച്ച് അടീനിയം തൈകളൊക്കെ അവിടെ കണ്ടു. നല്ല ഇനം മദർ പ്ലാന്റ് ആണ്, പക്ഷേ തൈകൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം ഞാൻ വില ചോദിച്ചു. അവർ 80 രൂപയൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ കാരണം വാങ്ങിച്ചില്ല. പിന്നെ മദർ പ്ലാന്റിൻ്റെ ഒരു കമ്പ് തരുമോ, അതിന് 80 രൂപ അല്ലെങ്കിൽ 100 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് തന്നില്ല കേട്ടോ അവർ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ചോദിച്ചേട്ടോ, അത് തന്നില്ലായിരുന്നു. അത് കാരണം തൈകൾ ഞാൻ മേടിച്ചില്ല. തൈകൾ ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഡാലിയയുടെ വിത്ത് മേടിച്ചു കേട്ടോ. ഡാലിയയുടെ വിത്ത് 5 എണ്ണം 100 രൂപയാണ് കേട്ടോ. അപ്പം അത് മേടിച്ചായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ഞാൻ ചെടിക്കടകൾ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള ചെടികൾക്കിടെയൊക്കെ വില ചോദിക്കും. കാരണം എത്ര രൂപയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ചിലവരെ ചോദിക്കുന്നവരായിരിക്കാം. നിങ്ങളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചെടികൾക്കൊക്കെ വിലയുള്ള ചെടികളാണോ, നമ്മുടെ ചെടികൾക്കൊക്കെ എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വില ചോദിക്കും. പക്ഷേ ഞാൻ മേടിക്കില്ല കേട്ടോ. ഞാൻ എല്ലാം മേടിക്കില്ല, എൻ്റെ അടുത്ത് ഇല്ലാത്ത മാത്രമേ മേടിക്കുള്ളൂ. അപ്പോൾ ഞാൻ മേടിച്ച ഡാലിയയുടെ വിത്തുകളാണ് ഇട്ടത്. ഇത് 5 എണ്ണത്തിന് 5 കളറാണ്. 5 കളറിന് 100 രൂപയാണ് പറഞ്ഞത്. വലിയ വിത്തുകളാണ്. അത് എല്ലാം മുളയ്ക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം ഞാനത് 2 ചട്ടികളിലായിട്ട്, വലിയ വിത്തുകളാരണം ഭയങ്കര ഇതാണ്. അപ്പോൾ 2 ചട്ടികളിലായിട്ട് ഞാൻ അത് നട്ട് വെക്കേണ്ട കേട്ടോ. ഏത് മുളയ്ക്കോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കറിയാം മുളയ്ക്കുമെന്ന് അറിയാം. മുളയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നട്ട് വെക്കണേ. ഞാൻ ചെറുതാണ് ഉദ്ദേശിച്ചത്. അപ്പം ചേട്ടൻ പറഞ്ഞു വലുതാണ് നല്ലതൊന്നും, വലുതാവുമ്പോൾ പല സ്ഥലത്തും മുളകൾ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഞാൻ 5 എണ്ണം മേടിച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ വിത്തുകളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. കിഴങ്ങ് നട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് കാണാം. തൈകൾ ഉണ്ടാവുമ്പോൾ കാണാം കേട്ടോ.